ഹായ് ഹലോ. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് കൂരുമലയ്ക്ക് കേട്ടോ. എൻ്റെ കൂടെ സുനി ചേച്ചിയുടെ മോള് പൊന്നും ഉണ്ട് കേട്ടോ, അലീന സോബിൻ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൂട്ടുമ്പോൾ ഇവിടെ ഞാൻ വിളിക്കാറുള്ളത്. അപ്പം നമ്മൾ ഇത് വരുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്തായിട്ട് നമ്മൾ ഇലഞ്ഞി പഞ്ചായത്തിലെ ഒരു അടിപൊളി സൂപ്പർ മല കേട്ടോ കൂരുമല. അപ്പോൾ ഇവർക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇവളിപ്പോൾ ഈ പറന്നു പോകുന്നത്. അല്ലാതെ ഇവിടെ സൈൻ ബോർഡുകൾ കുറച്ച് കുറവാണ്. ഇത് അവിടുത്തെ വിസാട്ടിൻ്റെ മറ്റേ എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. അപ്പോൾ ഈ വഴി കൂടെ ചെല്ലുമ്പോൾ എന്തേണ്ട കൂരുമലയ്ക്ക് ഫസ്റ്റ് എൻട്രി ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ മുകളിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ താഴെ വെച്ചിട്ട് ഞങ്ങളല്ലാണ്ട് നടന്നാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ എൻട്രി പാസ് 10 രൂപ കേട്ടോ ഒരാൾക്ക്. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്കൊക്കെ നമ്മൾ പ്രത്യേകം ക്യാഷ് കൊടുക്കണേ. അപ്പം ദേ ഇവിടെ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ താഴ്ന്ന് കണ്ടില്ല, കുരിശോട്ട് ഇങ്ങനെ മേലോട്ട് കുരിശിങ്ങനെ പാകി പാകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, പിന്നെ നാത്തൂൻ്റെയും അനിയത്തിയുടെയും നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഈ വെക്കേഷനും കുറച്ച് ഈ വെക്കേഷൻ ടൈമും നല്ല തണുപ്പുള്ള ഒരു മോർണിംഗ് ഒക്കെ വന്നതുകൊണ്ട് ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എനിക്ക് വയ്യ, ഈ തണുപ്പൊന്നും പറ്റത്തില്ല, ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനഃപൂർവ്വം വൈകിട്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് 2-3 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ഗോൾഡൻ കളറിലൊരു ഒരു ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, പിന്നെ കാമൻ ക്വയറ്റായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഇതേണ്ടേ ഈ സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനത്തെ കയറി പോകുന്നതിൻ്റെ അങ്ങോട്ട് പോകുമ്പം ഞങ്ങൾ എടുത്തതാട്ടോ. ഇത് ഇവിടെ പിള്ളേർക്കിരുന്ന് ആടാനൊക്കെയുള്ള, കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന പാർക്ക് പോലെയൊക്കെയുള്ള ഊഞ്ഞാലും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലൂടെ കാണുന്ന ഒരു വഴി നമുക്ക് വാക്കിംഗ് വേ പോലെ നമുക്ക് നടന്ന് കയറി വരാവേ, അതുകൊണ്ട് ഈ സൈഡിലൂടെ, അല്ലെങ്കിൽ നമുക്ക് പാറയിലൂടെ തന്നെ നടന്ന് മുകളിലേക്ക് പോവാം. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. ചിലപ്പം ഇവിടെ എവിടെയെങ്ങാണ്ടാണ് ഞങ്ങളുടെ വീട്, ഞങ്ങൾ ഇടയാർ കണിയലിപ്പിടിയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂരുമല കാണാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പൊന്നാണെങ്കിൽ ചേച്ചിയും കൂടി വന്നിരുന്ന് ആടിക്കോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ആടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു മന്ദിരം കണക്കൊരു സംഭവമുണ്ട്. അവിടെ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നാൽ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനൊക്കെ നല്ലൊരു രസമാണ്, നല്ല പുറത്തുനിന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് കുറേ ഇങ്ങനെ അങ്ങ് മലകൾ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല, അത്ര മഞ്ഞാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ, കോടമഞ്ഞ് പോലെയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നാലും നമ്മൾ മുകളിലേക്കൊരു ഈ കാണുന്ന വഴിയിലൂടെ മുകളിൽ ചെന്നാൽ അവിടെ കുറച്ച് കുരിശ്, ഇങ്ങനത്തെ ആ കുരിശിൻ്റെ വഴി പോലെ അങ്ങോട്ടും കുരിശുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താ വർഷങ്ങളായിട്ട് എല്ലാ കഥകളും അറിയാവുന്നൊരു മുത്തശ്ശി മരമുണ്ട് അവിടെ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ മരം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം, വലിയ മരമാണ്. എൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു പള്ളിയാണോ എന്ന് ചോദിച്ചാൽ പള്ളിയാണ്, ഒരു കുരിശടി പോലെ പള്ളിയുണ്ട്. ഇവിടെയും താഴെ വരുന്നവർക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറും ഫോട്ടോ എടുക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും ഇപ്പോൾ എല്ലാ തവണ വരുമ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കും, അല്ല പ്രാർത്ഥിക്കും. പക്ഷേ ഇപ്പോഴും അവിടെ എല്ലാ സൺഡേ ഒക്കെ പ്രാർത്ഥനയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാൾ സമയത്ത് എന്തോ ഇവിടെ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് കേട്ടറിവുള്ളൂ, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാനവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും ഇവിടെ ഇനി തിരിയൊക്കെ കത്തിക്കുന്നതാണോ പ്രാർത്ഥിക്കുന്നതാണോ അറിയത്തില്ല, അവിടെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാലൊന്നും ഒളിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ. അപ്പം ഞാൻ അകത്തേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അകത്തൊരു രൂപം, ഒരു ഫോട്ടോയുടെ ഒരു രൂപം കണ്ട്, അതിന് തോമസ് ലീഗയുടെ പോലെ എനിക്ക് തോന്നി. ഞാൻ ആരോടും ചോദിച്ച് കൺഫേം ചെയ്തില്ല കേട്ടോ, അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല. അപ്പം പൊന്നും ചെന്ന് നോക്കി ഞാൻ കാണിക്കാവേ. എന്താണ്ട് അതിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നേരെ ഒരു ഫോട്ടോയാണ്, പക്ഷേ അത് നമുക്ക് നല്ല തെളിച്ചത്തിൽ കാണാൻ പറ്റില്ല. അവിടെ കുറച്ച് കസേരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പൂട്ടിയേക്കും കേട്ടോ, ചിലപ്പോൾ വിശേഷ ദിവസങ്ങളിൽ തുറന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഈ സൈഡിൽ താഴോട്ടൊക്കെ വീടുകളുണ്ട്. ചിലർ അവിടെ ഇപ്പോഴും താമസമുണ്ട്, ചിലർ അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, താമസം മാറി. ചില വീടുകൾ ആൾ താമസം ഇല്ലാതെ കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. അത് പൊന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് പൊന്നു ഞാനൊരു സൈഡിലും 5 സെൻറ്റ് സ്ഥലമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുകയാണെങ്കിൽ പറയാം, നിങ്ങളല്ലല്ലോ വേണ്ടത്, സ്ഥലമല്ലേ വേണ്ടതെന്ന് പറയും. അപ്പം അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ട് നമ്മളെ കയറിപ്പോയ ആ ഭാഗത്തേക്ക് പോയത്. ഈ കാണുന്ന അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറില്ല കേട്ടോ, വ്യൂ പോയിൻ്റ് നന്നായിട്ട് നമുക്ക് അവിടുത്തെ ഫുള്ള് വ്യൂ പോയിൻ്റ് കിട്ടുന്നത്. അപ്പോൾ അതേ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നാൽ നല്ലതാണ്. പിള്ളേർക്ക് ഇരുന്ന് കളിക്കാൻ പറ്റിയ കുറേ കസാരകളും, കറങ്ങുന്ന കസാരകളും മറ്റു ഊഞ്ഞാലും അങ്ങനെയുള്ള കുറേ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നാൽ നല്ല പോലെ ആ സ്ഥലം ഫുള്ള് കാണാം. അടിപൊളിയാണ് ഇവിടെ നിന്ന് കാണാമെന്ന് ഞാൻ പറഞ്ഞപ്പം ആത്മാർത്ഥത കൂടിയ ക്യാമറാമാൻ ഓടി വന്നിട്ട് വീഡിയോ എടുക്കാതെ എൻ്റെ പുറകെ വന്ന സ്ഥലം മൊത്തം കണ്ടിട്ടാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലെന്ന്. പിന്നെ ഇത് നമ്മൾ മുകളിലേക്ക് കയറിപ്പോണ്ട് 3-4 റൗണ്ട് ഇങ്ങനെ ഫ്ലോർ പോലെ കയറി ഏറ്റവും ടോപ്പിൽ ചെല്ലണം കേട്ടോ.
പക്ഷേ ഇവിടെ നല്ല രസമുണ്ട്, ഭയങ്കര വൃത്തിക്കാണ് കിടക്കുന്നത്. വേസ്റ്റൊക്കെ ഇടാനുള്ള സെപ്പറേറ്റ് അവിടെ ഡസ്റ്റ്ബിന്നുകളുണ്ട്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കൊക്കെ ഉപേക്ഷിക്കാനൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ടാണ് അവിടെ നോക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഓരോ ഫ്ലോർ ചെല്ലുമ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നോക്കും. എന്നിട്ട് പിന്നെയും കയറി മുകളിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ വരുന്നവർ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോവും, കയറി വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ വൈകുന്നേരം കൂടി ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. അവിടുത്തെ മൊത്തത്തിൽ അതിൻ്റെ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തടിക്കുമ്പോൾ ഞാൻ വെച്ചത് എനിക്ക് എന്ത് പറ്റി, എനിക്ക് ഇത്ര കളർ എന്നൊക്കെ തോന്നി. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ടോപ്പിൽ ചെന്നിട്ട് കുറച്ച് ഞാൻ കാണിക്കാവേ, സൂര്യനെ കാണിക്കാവേ. സൂര്യൻ ഭയങ്കരമായിട്ട് പിന്നെ എങ്ങനെ കളർ തോന്നാണ്ടിരിക്കും, സൂര്യൻ തന്നെ മഞ്ഞിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ മൊത്തം ഇവിടെ എവിടെയോ ഇത് പിറവോ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ അതിനപ്പുറം ആയിരിക്കാം കേട്ടോ. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പതിയെ ഇറങ്ങി. ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ പ്രണയിച്ച് കൊതി തീർന്നവരോ, പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരോ, പ്രണയം നഷ്ടപ്പെട്ടവരോ, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഈ നടപ്പാതയിൽ കൂടെ ഇറങ്ങിയാൽ താഴോട്ട് നടന്നു പോകുന്ന കാര്യമുള്ളൂ. പക്ഷേ പാറയിൽ കൂടെ പോകാൻ നല്ലതല്ലേ. അപ്പോൾ എന്തായാലും വന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പാറ വഴി ഇറങ്ങി അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ. അവിടെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചധികം നായകളുണ്ട് കേട്ടോ, പട്ടികളുണ്ട്. എനിക്കെന്തോ ഈ പട്ടിക്കുട്ടന്മാരെ ചെറിയ പേടിയാണ്. അവിടെ ഒരുത്തനാണെങ്കിൽ അവന് കൈ വയ്യ, എന്നിട്ട് അവൻ ആ പട്ടിയുടെ അണ്ണാക്കി കൈയിട്ടിട്ട് ഇന്ന് കളിക്കുന്നു. വേറൊരാൾ ഞങ്ങളെ നോക്കി ചുറ്റും വരുന്നത്. എനിക്ക് ധൈര്യം ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ പൊന്നൂൻ്റെ സൈഡ് പിടിച്ചങ്ങ് നടന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ താഴെ ചെന്നപ്പം മുകളിലേക്ക് പോയവരുടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കൂരുമല. നല്ല തിരക്കുള്ള സമയത്ത് രാവിലെയൊക്കെ വന്നാൽ നല്ലതാണ്. വെക്കേഷൻ ടൈമിലൊക്കെ വരാൻ അടിപൊളിയാണ്. ഫാമിലിയായിട്ടൊക്കെ വരാൻ നല്ല സ്ഥലമാണ്. പിന്നെ ഇവിടെ അടുത്ത് കുറേ വീടുകളൊക്കെ നല്ല കുറേ വീടുകളൊക്കെ ഉണ്ട്. ഈ പാറയിൽ കൂടെ ഇവിടെ വന്നു. പക്ഷെ നമ്മൾ കയറിപ്പോകുന്ന സ്റ്റാർട്ടിങ് വണ്ടി വെക്കുന്നിടത്ത് ഒരു അമ്പലം കണ്ടു കേട്ടോ. എൻ്റെ പ്രതിഷ്ഠ എന്താ, ഇത് ആരുടെ അമ്പലമാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചില്ലറ പൈസ ഉണ്ടായിരുന്നു, ഞാനതിലിട്ടു, പ്രാർത്ഥിച്ചു. അപ്പം അത് ദേവിയുടെ ആണോ ദേവൻ്റെ ആണെന്നറിയാം. ഞാൻ ആ പൈസ ഇട്ടെടുത്ത് ഒരു ദേവൻ്റെ പോലൊരു രൂപമാട്ടോ കണ്ടേ. അങ്ങനെ എന്തെങ്കിലും ദൈവമേന്ന് വിളിച്ചപ്പോൾ അവിടുന്ന് ഇറങ്ങിയതാണ്ട് അവിടുത്തെ വഴിയാണ്. ആ വിസാട്ടിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ സമയം ഒത്തിരി വൈകി കേട്ടോ. ആ കോളേജാട്ടോ ഇത്. അപ്പം അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ അപ്പുറമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തപ്പോഴത്തേനും അവൾ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചേച്ചി, നമുക്ക് ശ്രീധരിയം എന്ന് ഗൂഗിൾ മാപ്പിൽ കൊടുക്ക്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് പതിയെ നമുക്ക് കൂത്താട്ടുകുളത്തിന് പോകാനുള്ള വഴി അറിയാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ശ്രീധരിയം എന്നും പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിലിട്ടു. അപ്പം തന്നെ രാത്രിയാവാൻ തുടങ്ങിയിട്ട്. രാത്രി എന്ന് വെച്ചാൽ ഒരു 6-7 മണിയൊക്കെ ആവാറായി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണോ അതോ സൈഡ് തരാനാണെന്നൊരു ലൈറ്റൊക്കെ ഇട്ടിട്ട് കാറ് പോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പോഴത്തേനും കുറച്ച് ഇരുട്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുങ്ങി കറങ്ങിയും തിരിഞ്ഞു അങ്ങനെയൊക്കെ. ഇതാണ് കേട്ടോ ശ്രീധരിയം. കൂത്താട്ടുകുളത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കണ്ണാശുപത്രി കേട്ടോ. ഭയങ്കര ഫേമസാണ്, ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പം പകൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. നൈറ്റ് കാണാൻ നല്ല, പക്ഷേ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണ്, ക്യാമറ വെച്ചാൽ ഫോണിൽ അത്ര ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ അതുവഴിയൊക്കെ, വഴികളൊന്നും പറയാൻ എനിക്കറിയത്തില്ല, ഇതുവഴിയൊക്കെ കയറി KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി കൂത്താട്ടുകുളം. അപ്പോൾ ഓണം പ്രമാണിച്ച് അവിടെ മറ്റേ ഊഞ്ഞാലും കുട്ടികളുടെ പാർക്ക് പോലെ അങ്ങനെയുള്ള കുറേ മറ്റേ സംഭവങ്ങൾ, മരണക്കിണറൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം അവിടെ വന്നിട്ട് ആ ഗ്രൗണ്ടിലൊക്കെ സെറ്റാക്കി പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ ഒരു ബേക്കറി കയറിയിട്ട് ഞങ്ങൾ രണ്ട് കട്ടൻ അടിച്ചു. എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പം എനിക്കും മധുരം വേണ്ട, അപ്പോൾ അവർക്കും വേണ്ട. പിന്നെ ഞങ്ങൾ ചുമ്മാ 2 കട്ടൻ മേടിച്ച് അവിടെ നിന്ന് കുടിച്ചു. നല്ലതായിരുന്നു, കുഴപ്പമില്ല. ബേക്കറിയുടെ പേര് മറന്നുപോയി. അപ്പം അതും കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പാലും അങ്ങനെ കൊച്ചുങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു, അതായത് അവളുടെ ചേച്ചിയുടെ കൊച്ചിന്. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെ കയറിയിട്ട് മീൻ മേടിച്ചു, ഉണക്കമീൻ മേടിച്ചു. മറ്റേ ഉണക്കക്കൊഞ്ച്, ഉണക്കമുള്ളി, നല്ല ഇച്ചിരിയുടെ വലിയ കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ അപ്പച്ചനോട് കാര്യം പറയാമായിരുന്നു. അപ്പച്ചൻ എന്നോട് കാര്യം പറയട്ടോ. അങ്ങോട്ട് നോക്കി കാര്യം പറഞ്ഞല്ലോ. അപ്പച്ചൻ പറഞ്ഞു ഈ നാട്ടിൽ നല്ല മീനൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു അതെ, ഞങ്ങളുടെ കൊല്ലത്തും നല്ല മീൻ കിട്ടും, അപ്പോൾ ഇവിടെ ഫ്രഷ് കിട്ടും. ഞാൻ പറഞ്ഞു അതെ, ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയാണെന്നൊക്കെ കുറച്ചേരം വർത്തമാനം പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടുന്ന് വേറെ കുറച്ച് കടകളിലൊക്കെ കയറി, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറെ കുറച്ചെന്ന് വെച്ചാൽ വലിയ കാര്യമുള്ളൂ. വീട്ടിലേക്ക് വേണ്ടുന്ന 2-3 മോപ്പും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സോപ്പ് ഓയിൽ അങ്ങനെയുള്ള കുറേ സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിപ്പോയി, 8 മണി കഴിഞ്ഞു. അപ്പം ഓക്കെ, ടാറ്റാ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.